സ്പോർട്സ് പിച്ചിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ടീ ടൈം വിത്ത് ദ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറുമായി ഒരു ചായ കുടിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം സഞ്ജു സാംസണ് കിട്ടിയതായി സഞ്ജു സാംസൺ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇരുവരും ഒത്തുള്ള ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ വളരെ വൈറലായി പോയി. അപ്പോൾ അതിൻ്റെ കമൻസിലുണ്ടായിരുന്നു അടുത്ത സെഞ്ചുറി ലോഡിംഗ് എന്ന്. കാരണം സഞ്ജു വേൾഡ് കപ്പിൽ തൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം മാൻ ഓഫ് ദ സീരീസ് ആയപ്പോൾ സഞ്ജു തൻ്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരാമർശിച്ച ഒരു പേരായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറുമായുള്ള ആ ഒരു സംഭാഷണം, ഫോൺ സംഭാഷണങ്ങളും സച്ചിൻ ടെണ്ടുൽക്കറുടെ മെൻറ്റർഷിപ്പും എത്രത്തോളം സഞ്ജുവിനെ ഹെൽപ്പ് ചെയ്തു എന്നത്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരു ക്രെഡിറ്റ് സഞ്ജു കൊടുത്തിരുന്നു അന്ന്. അപ്പോൾ അതേ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ വീണ്ടും സഞ്ജുവിനൊത്ത് ഒരു കൂടിച്ചേരൽ ഉണ്ടായപ്പോൾ ആരാധകർക്ക് അത് ബ്ലാസ്റ്റ് ആയിരുന്നു. കാരണം ആരാധകർ വളരെ വലിയ കോൺഫിഡൻസിലോട്ട് ഉയർന്നു. അടുത്ത സെഞ്ചുറി ലോഡിങ് എന്നുള്ള കമൻ്റ് ആയിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ സഞ്ജു സെഞ്ചുറി അടിച്ചു. ആ ഒരു ഐശ്വര്യം, സച്ചിനുമൊത്തുള്ള ആ ഒരു കൊളാബറേഷൻ്റെ ആ ഒരു ഐശ്വര്യം ത്രൂ ഔട്ട് സഞ്ജുവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സഞ്ജു അതിനുശേഷം സെഞ്ചുറി അടിച്ചപ്പോഴും ആരാധകർ അത് പറയുന്നുണ്ട്. സച്ചിൻ്റെ മെൻറ്റർഷിപ്പിലാണ് സഞ്ജു ഇത്തരത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം അത്രത്തോളം വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ, ദ ഗോഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നൊക്കെ വിളിക്കുന്ന സഞ്ജു അല്ല സച്ചിൻ ടെണ്ടുൽക്കർ, ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറുമൊത്ത് സഞ്ജു സാംസണിൻ്റെ ആ മുഹൂർത്തങ്ങൾ, സഞ്ജു സാംസണിൻ്റെ ആ ഒരു ഗുരുതുല്യ നിമിഷങ്ങളായിട്ടുള്ള ആ മുഹൂർത്തങ്ങൾ സഞ്ജുവിൻ്റെ കരിയറിൽ വഹിക്കുന്ന ഇമ്പാക്റ്റ് വളരെ 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 വലുതാണ്. അപ്പോൾ സഞ്ജു തൻ്റെ ഗുരുവായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ തിരഞ്ഞെടുത്ത് സഞ്ജു അദ്ദേഹത്തെ ലിസൺ ചെയ്യുന്നത് തന്നെ അദ്ദേഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു വലിയ മെൻ്റൽ കപ്പാസിറ്റി സ്പേസിലേക്കാണ് സഞ്ജു വരുന്നതെന്ന് രവിചന്ദ്രൻ അശ്വിനും ഈ ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ പരാമർശിച്ചിരുന്നു. കാരണം അത്രത്തോളം മെൻ്റലി കേപ്പബിളായി വരികയാണ് സഞ്ജു. മെൻ്റലി കാം ആൻഡ് ക്വയറ്റായിട്ട് എത്ര വലിയ സാഹചര്യവും സഞ്ജുവിനെ നേരിടാൻ സാധിക്കുന്നുണ്ട്. സഞ്ജു ഇയാൻ ബിഷപ്പിനോട് സംസാരിക്കുമ്പോൾ അവാർഡ് മേടിച്ച് ബെസ്റ്റ് മാൻ ഓഫ് ദ മാച്ചിനുള്ള അവാർഡ് മേടിച്ച് സഞ്ജു സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, എങ്ങനെയാണ് സഞ്ജു നിങ്ങളിങ്ങനെ കളിക്കുന്നത്, ഇത്രത്തോളം ടാക്ടിക്സ് ആയിട്ട് പ്ലാൻഡ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സഞ്ജു പറയുന്നത്, പ്ലാൻ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. കളി എന്താണ് എന്നുള്ളതും നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് ഒക്കെ വരേണ്ട ആവശ്യമില്ല. നമ്മളതിൽ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ആ ഗെയിം എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരും. ആ ഗെയിം തന്നെ നമ്മളെ പഠിപ്പിച്ചു തരും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ഫ്ലോയിൽ സെറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് അത്രത്തോളം വലിയൊരു മെൻ്റലി സ്പിരിച്വലി വെല്ലായിട്ടുള്ളൊരു സ്പേസിലേക്ക് സഞ്ജു സാംസൺ എത്തി എന്നുള്ള തെളിവാണ് ഈ ഉത്തരങ്ങൾ. ആ ഗെയിം തന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരും, എങ്ങനെ പോകണം, എങ്ങനെ കളിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, മൊമെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് സഞ്ജു മനസ്സിലാക്കിയത്. സഞ്ജു പറഞ്ഞപ്പോൾ ആ സഞ്ജുവിലുള്ള ആ ഒരു ആത്മവിശ്വാസം എത്രത്തോളം വലുതായി, അല്ലെങ്കിൽ സഞ്ജു എന്ന വ്യക്തിയുടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി എത്രത്തോളം ഉയർന്നു എന്നതിനുള്ളൊരു തെളിവാണ്. സഞ്ജു സാംസൺ ഇതുപോലെ തുടർന്നാൽ ഋതുരാജ് ഗേക്വാഡ് നല്ല ക്യാപ്റ്റനാണെങ്കിൽ കൂടിയും ഭാവിയിൽ സഞ്ജു CSKയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ കൂടി സഞ്ജു എന്നുള്ളത് CSKയുടെ മുഖമായി മാറുന്നു. CSK എന്നാൽ ചേട്ടൻ സൂപ്പർ കിങ്സ് ആയി മാറുന്നു. തമിഴ്നാട് ആരാധകർക്കും വലിയ റെസ്പെക്റ്റാണ് സഞ്ജുവിനോട്. സഞ്ജുവിൻ്റെ ഇന്നിങ്സുകളിൽ അവൾ വളരെ ഹാപ്പിയാണ്. അവർ ഇതുവരെ അങ്ങനെ ഒരു CSKയിൽ ഇങ്ങനെ ഒരു ബാറ്റർ വന്ന് തുടരെ സെഞ്ചുറികൾ അടിക്കുന്നത് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ CSKയിലും സഞ്ജു തൻ്റെ ഒരു കഴിവ്, മികവ്, തെളിവ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ ദ ബെസ്റ്റ് പ്രൈം എറയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത്. ഇതോടുകൂടി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ T20 വേൾഡ് കപ്പിലെ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണിംഗ് ജോഡി, അതിന് താഴോട്ട് തിലക് വർമ്മ, അങ്ങനെ എല്ലാവരും IPLൽ മികച്ച ഫോം തുടരുമ്പോൾ, മികച്ച സെഞ്ചുറികളുമായി എല്ലാവരും ഈ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെല്ലാം കളിക്കുമ്പോൾ പുതിയ താരങ്ങൾക്കുള്ള അവസരവും ഇതോടുകൂടി അസ്തമിച്ചിരിക്കുകയാണ്. കുറച്ച് കാലത്തേക്ക് ഇനി അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തിലക് വർമ്മയും ഒക്കെ ആയിരിക്കും ഇന്ത്യൻ T20 ക്രിക്കറ്റിൻ്റെ അമരത്തിരിക്കുന്നവർ. എന്തായാലും സഞ്ജുവിൻ്റെ ഈ ഒരു വളർച്ചയിൽ, സഞ്ജുവിൻ്റെ ഈ ഒരു ഉയർച്ചയിൽ, സഞ്ജുവിൻ്റെ ഈ ഒരു ലെജൻഡറി ആകുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. ഇനിയും സഞ്ജുവിൽ നിന്ന് ഒരുപാട് മികച്ച മുഹൂർത്തങ്ങൾ, സന്തോഷങ്ങൾ, ഇന്നിങ്സുകളെല്ലാം നമുക്ക് ലഭിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും. സ്പോർട്സ് പിച്ചിൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് സഞ്ജുവിൻ്റെ ഈ ഒരു കരിയറിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രകടനങ്ങളെ വിലയിരുത്തുന്നത്? CSKക്ക് സഞ്ജു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്?
CSK എന്നുള്ളത് ചേട്ടൻ സൂപ്പർ കിങ്സ് ആയി മാറുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു വീക്കെൻഡ് ആസ്വദിക്കുക. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.